അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലൂടെ നെഞ്ചുവേദനയ്ക്കും വയറുവേദനയ്ക്കും പരിഹാരമാകുന്ന ചില കാര്യങ്ങളും, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം, വീട്ടിലാണെങ്കിലും കടയിലാണെങ്കിലും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം ധാരാളം ഉണ്ടാകാറുണ്ട്. തീ വെച്ച് ഉറുമ്പിനെ കൊല്ലാൻ പാടില്ല കേട്ടോ. ഇടയ്ക്ക് ഓർത്തപ്പോൾ അങ്ങ് പറയുകയാണ്, തീ വെച്ച് കൊല്ലാൻ പാടില്ല. അപ്പോൾ ഉറുമ്പിൻ്റെ നല്ല ശല്യം വരുമ്പോൾ ആ ഉറുമ്പിൻ്റെ ശല്യം മാറാൻ വേണ്ടി, അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം വീട്ടിലായാലും എവിടെയാണെങ്കിലും ആ ഉറുമ്പിൻ്റെ ശല്യം മാറാനും, അതുപോലെ പനി പിടിക്കുമ്പോൾ നമ്മുടെ മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ പനി വരുമ്പോൾ ആ പെട്ടെന്ന് പനി മാറാനും, അതുപോലെ നമ്മുടെ അലസതകൾ മാറാനും, അലസത കൊണ്ട് ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും, അങ്ങനെ അലസതകൾ മാറിക്കിട്ടാനും, അലസത മാറാനും, അതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ തിരികെ കിട്ടാനും ഒക്കെ ആവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും കേൾക്കുകയും പൂർണ്ണമായും കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആ ക്ലാസ്സിൽ വരുന്ന ഇൽമുകളൊക്കെ അത് ആവശ്യമുള്ളവരൊക്കെ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ പറഞ്ഞു തരുന്നത്, അതൊക്കെ ആവശ്യമുള്ളവരൊക്കെ ചെയ്യുക. നമ്മൾ ചെയ്തില്ലെങ്കിലും ആ ഇൽമൊക്കെ കേട്ട് മനസ്സിലാക്കണം, അത് പൂർണ്ണമായും കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഉറപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ 27ാമത്തെ സൂറത്താണ് സൂറത്തുൻ നംൽ. സൂറത്തുൻ നംൽ, നംൽ എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. സൂറത്തുൻ നംൽ, ഉറുമ്പിനെ കുറിച്ച് പറയുന്ന അധ്യായം. അപ്പോൾ ആ സൂറത്തുൻ നംൽ എന്ന് പറയുന്ന അധ്യായം 27ാമത്തെ അധ്യായം, ആ സൂറത്തിലെ 18ാമത്തെ ആയത്ത്, സൂറത്തുൻ നംൽ 18ാമത്തെ ആയത്ത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചാൽ അവിടെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ സൂറത്തുൻ നംൽ 18ാമത്തെ ആയത്ത് ഒരു പേപ്പറിൽ എഴുതിയതിനു ശേഷം ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക. വീട്ടിലാണെങ്കിൽ വീട്ടിൽ ഒട്ടിച്ചു വെക്കുക, കടയിലാണെങ്കിൽ കടയിൽ ഒട്ടിക്കുക, സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ അവിടെ ഒട്ടിക്കുക, ഗോഡൗണിലാണെങ്കിൽ അവിടെ ഒട്ടിക്കുക, എവിടെയാണോ ആവശ്യം അവിടെ ഒട്ടിച്ചു വെക്കുക. ബാത്റൂമിലൊന്നും കൊണ്ടുപോയി ഒട്ടിക്കാൻ പാടില്ല. ചിലപ്പോൾ ബാത്റൂമിലൊക്കെ നല്ല ഉറുമ്പ് കയറാറുണ്ട്. ചിലപ്പോൾ തണുപ്പുള്ള സമയത്ത്, പുറത്ത് നല്ല ചൂടാകുന്ന സമയത്ത് തണുപ്പ് നോക്കിയിട്ട് ബാത്റൂമിലൂടെയൊക്കെ ഉറുമ്പ് എഴുതി കയറാറുണ്ട്. അതുകൊണ്ട് ഈ ബാത്റൂമിൽ കൊണ്ടുപോയി എഴുതി വെക്കരുത്. ബാക്കിയുള്ള നല്ല സ്ഥലങ്ങളിൽ വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ മറ്റൊന്ന്, സൂറത്തുൽ നംൽ കഴിഞ്ഞാൽ തൊട്ടടുത്ത അധ്യായമാണ് സൂറത്തുൽ ഖസസ്, 28ാമത്തെ അധ്യായം. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, എല്ലാ വേദനകൾക്കും ഇത് ഉത്തമമാണ്. സൂറത്തുൽ ഖസസ് എല്ലാ വേദനകൾക്കും ഉത്തമമാണ്, പ്രത്യേകിച്ച് നെഞ്ചുവേദനയ്ക്കും വയറുവേദനയ്ക്കും സൂറത്തുൽ ഖസസ് വളരെ ഉത്തമമാണ്. എന്താ ചെയ്യേണ്ടത്? ഈ സൂറത്തുൽ ഖസസ് ഒരു പിഞ്ഞാണം എഴുതുക. അപ്പം പിഞ്ഞാണം എഴുതണമെന്ന് നമ്മൾ ചെയ്താൽ നമുക്ക് അറിയാത്തത് കൊണ്ട് ചെയ്താൽ ശരിയാവുകയില്ല. അപ്പോൾ അറിയുന്നവരെ കൊണ്ട് എഴുതിക്കണം. അറബി മഷി വാങ്ങിയിട്ട്, നമ്മൾ സാധാ പെന്നിൻ്റെ മഷിയല്ല, അറബി മഷിയുണ്ട്, ഇതിലെഴുതുന്ന മഷിയുണ്ട്. ആ മഷിയിൽ അരിയൊക്കെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മഷിയാണ് കേട്ടോ. നമുക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അരി വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മഷിയാണ്. അപ്പോൾ ആ പിഞ്ഞാണം എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് ഇത് മായ്ച്ചെടുക്കണം. അപ്പോൾ അല്പം നല്ല മഴവെള്ളം പിടിച്ചെടുക്കണം, പാത്രം വെച്ച് പിടിച്ചെടുത്തിട്ട് ഈ മഴവെള്ളം പിഞ്ഞാണം എഴുതി സൂറത്തുൽ ഖസസ് പിഞ്ഞാണം എഴുതിയതിന് ശേഷം മഴവെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് കുടിച്ചാൽ നെഞ്ചുവേദന മാറും, വയറുവേദന മാറും. ഇത് മഹാന്മാർ പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, സൂറത്തുൽ ഖസസ് ശത്രുവിൻ്റെ എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും നമുക്ക് രക്ഷയ്ക്ക് ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. സൂറത്തുൽ ഖസസിലെ 23, 24, 25 എന്നീ ആയത്തുകൾ തുടർച്ചയായി ഓതുന്നവർക്ക് ശത്രുവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷയുണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ സൂറത്തുൽ ഖസസിൻ്റെ മറ്റൊരു ഉപകാരം, ഓർമ്മശക്തിക്ക് വളരെ ഉപകാരമാണ് ഈ സൂറത്ത്. നല്ല ഓർമ്മശക്തി കിട്ടാൻ, സ്കൂളിൽ പഠിക്കുന്നതാണെങ്കിലും കോളേജിൽ പഠിക്കുന്നതാണെങ്കിലും, MBBS പഠിക്കുന്നതാണെങ്കിലും എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതാണെങ്കിലും
സിവിൽ സർവീസിൽ പഠിക്കുന്നതാണെങ്കിലും മദ്രസയിൽ പഠിക്കുന്നതാണെങ്കിലും എന്ത് പഠിച്ചാലും എന്ത് പഠിക്കുന്ന കാര്യങ്ങളും നല്ലതുപോലെ ഓർമ്മയിൽ നിൽക്കാൻ, പഠിക്കുന്നത് മുഴുവൻ നമുക്ക് പാഠമാകുവാൻ, നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ്. അതെന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഖസസിലെ 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ, 51, 52, 53, 54, 55, ഈ 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ ഓർമ്മശക്തിക്ക് വളരെ ഉപകാരമാണ്. ആ ആയത്തുകൾ സ്ഥിരമായി ഓതണം. ഈ സൂറത്തുൽ ഖസസിലെ 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ എല്ലാ ദിവസവും ഓതിയിട്ട് നമ്മുടെ നെഞ്ചിലേക്ക് മന്ത്രിച്ചൂതുക, ഇഷ്ഫി എന്ന് മന്ത്രിച്ചൂതുക. അങ്ങനെ മന്ത്രിച്ചൂതുക. അതുപോലെ തന്നെ ഇത് പിഞ്ഞാണം എഴുതി, ആയത്തുകൾ പിഞ്ഞാണം എഴുതി പ്ലേറ്റിൽ പിഞ്ഞാണം എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ചു കുടിക്കുന്നതും വളരെ ഉത്തമമാണ് ഓർമ്മശക്തിക്ക് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ സൂറത്തുൽ ഖസസിലെ 68, 69, 70 എന്നീ ആയത്തുകൾ തുടർച്ചയായി ഓതിയാൽ, എല്ലാ ദിവസവും ഓതിയാൽ നമുക്ക് അധികാരികളുടെ സ്നേഹമുണ്ടാകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ സ്നേഹം കിട്ടാൻ, മേലുദ്യോഗസ്ഥർ നമ്മളോട് നല്ല രൂപത്തിൽ പെരുമാറാൻ അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖസസ്. അതിലെ 68, 69, 70 ആയത്തുകൾ സ്ഥിരമായി ഓതി ദുആരക്കുക, അത് ഉപകരിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ ഖസസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത 29ാമത്തെ സൂറത്താണ് സൂറത്തുൽ അങ്കബൂത്ത്. ആ സൂറത്ത് പനി മാറാനും നമ്മുടെ അലസത മാറാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. അപ്പോൾ ഈ സൂറത്തിനെ എഴുതി നമ്മൾ പിഞ്ഞാണം എഴുതിയിട്ട് അത് നമ്മൾ വെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ പനി മാറുന്നതാണ്, നമ്മുടെ അലസതയും മാറുന്നതാണ്. അപ്പോൾ സൂറത്തുൽ അങ്കബൂത്ത് നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ 29ാമത്തെ സൂറത്താണ്. ആ സൂറത്ത് എന്ത് ചെയ്യണം? അങ്കബൂത്ത് എന്ത് ചെയ്യണം? പിഞ്ഞാണം എഴുതണം. അറിയുന്നവരെ കൊണ്ട് പിഞ്ഞാണം എഴുതിച്ച് വെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് ആ വെള്ളം കുടിച്ചാൽ പനി പമ്പ കടക്കുന്നതാണ്, പനി മാറുന്നതാണ്, അലസത മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അങ്കബൂത്ത് മറ്റൊരു ഉപകാരം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, നമ്മുടെ വേദനകൾ മാറാനും സിഹർ മാറാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു സൂറത്താണ്. ഈ സൂറത്തുൽ അങ്കബൂത്തിലെ 17, 18, 19, 20 ആയത്തുകൾ നമ്മൾ സ്ഥിരമായി ഓതി വന്നാൽ നമ്മുടെ എല്ലാ വേദനകളും, നെഞ്ചുവേദനയായാലും ഇനി മറ്റേത് വേദനകൾ, ശരീരവേദനയായാലും കാൽമുട്ട് വേദനയായാലും കൈമുട്ട് വേദനയായാലും തലവേദനയായാലും ശാരീരികമായിട്ടുള്ള എല്ലാ വേദനകളും ശമിക്കുവാൻ, എല്ലാ വേദനകളും മാറുവാൻ ഇത് ഉപകരിക്കുന്നതാണ്. സൂറത്തുൽ അങ്കബൂത്ത് 17 മുതൽ 20ാമത്തെ ആയത്ത് വരെ, 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ സ്ഥിരമായിട്ട് ഓതുക. എന്നാൽ എല്ലാ വേദനയും മാറും. വല്ല സിഹർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സിഹറിൽ നിന്നും അവന് രക്ഷ കിട്ടുന്നതാണ്, സിഹർ മാറിക്കിട്ടുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുർ റൂം 30ാമത്തെ സൂറത്താണ്. സൂറത്തുൽ അങ്കബൂത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുർ റൂം. ആ സൂറത്തുർ റൂം ഉണ്ടല്ലോ, 30ാമത്തെ ആ സൂറത്ത്, അത് നമ്മുടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനങ്ങൾ, കളഞ്ഞു പോയതാകാം, മറ്റുള്ളവർ കട്ടുകൊണ്ടുപോയതാകാം, മോഷ്ടിച്ചെടുത്തതാകാം, എങ്ങനെ നഷ്ടപ്പെട്ടതായാലും ആ നഷ്ടപ്പെട്ട സാധനങ്ങൾ നമുക്ക് തിരികെ ലഭിക്കാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുർ റൂം. അതിൻ്റെ ആ സൂറത്തുർ റൂമിലെ 17ാമത്തെ ആയത്ത് ധാരാളമായി പതിവാക്കുക. ആ നഷ്ടപ്പെട്ട നമ്മൾ എപ്പോഴാണ് നഷ്ടപ്പെട്ടത് അത് മുതൽ, ആ നഷ്ടപ്പെട്ട സമയം മുതൽ നമ്മൾ അവിടുന്ന് അങ്ങോട്ട് ആ ധാരാളമായിട്ട് 17ാമത്തെ ആയത്ത് ഓതണം. ഏത്? സൂറത്തുർ റൂമിലെ 17ാമത്തെ ആയത്ത് ധാരാളമായി ഓതി ദുആരക്കുക. എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ സാധനം നമുക്ക് തിരികെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുമ്പോൾ ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയതാകാം, കളഞ്ഞു പോയതാകാം. അതുപോലെ തന്നെ നമുക്കല്ലാതെ നമുക്കുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ ഇല്ലാതായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. എല്ലാം ബിസിനസ് പൊട്ടിപ്പാളീസായിപ്പോയി. അങ്ങനെ നമുക്ക് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും ആ നഷ്ടപ്പെട്ടു പോയതൊക്കെയും നമുക്ക് തിരികെ കിട്ടാൻ ഇത് ഉപകരിക്കുന്നതാണ്. അപ്പോൾ കളഞ്ഞു പോകുന്നത്, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മാത്രമല്ല നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ ബിസിനസ് പൊട്ടിപ്പോയാൽ, ബിസിനസ് പൊളിഞ്ഞു പോയാൽ നമ്മുടെ സമ്പത്തൊക്കെ നശിച്ചു പോകും. അപ്പോൾ ആ ഒരുപാട് സമ്പത്തുകൾ നശിച്ചിട്ട് അവസാനം പാപ്പരായി പോയ എത്രയോ ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യണം? സൂറത്തുർ റൂമിലെ 17ാമത്തെ ആയത്തിനെ
ധാരാളമായി ഓതണം, ഒരു ദുആരക്കണം. എന്നാൽ നഷ്ടപ്പെട്ടു പോയതൊക്കെയും അള്ളാഹു തിരികെ കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊന്ന്, ഇനി എന്തൊക്കെ കിട്ടിയാലും ദുനിയാവിൽ പല പല കാര്യങ്ങളും ലഭിക്കാൻ ഉപകരിക്കുന്ന ആയത്തുകളും സൂറത്തുകളും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ കിട്ടിയാലും നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടണം, ആഖിറത്തിൽ രക്ഷപ്പെടണം. അതിനും ഈ സൂറത്ത് വളരെ ഉപകാരമാണ്. സൂറത്തു റൂമിലെ 17, 18, 19, 20 എന്നീ ആയത്തുകൾ ധാരാളമായി ഓതിയാൽ അള്ളാഹു അവൻ്റെ പാപങ്ങളൊക്കെയും പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ സൂറത്തു റൂമിലെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകൾ ധാരാളമായി ഓതിയിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക. അള്ളാഹു എനിക്ക് നീ പുറത്തു തരണേ, എൻ്റെ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ എന്ന് റബ്ബിനോട് ചോദിച്ചാൽ അള്ളാഹു ഉറപ്പായിട്ടും പുറത്തു തരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. നമ്മളിനി എന്ത് വാരിക്കൂട്ടിയെന്ന് പറഞ്ഞാലും, സമ്പത്ത് കിട്ടിയാലും എന്തൊക്കെ ദുനിയാവിൽ കിട്ടിയാലും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുപ്പിച്ച് ആഖിറത്തിൽ രക്ഷപ്പെടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അയച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഇബാദത്തിൽ ഒരു പാളിച്ചയും വരാൻ പാടില്ല. അതുപോലെ തെറ്റുകളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ തെറ്റുകളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. എല്ലാവരും എപ്പോഴും ദുആരക്കണം, റബ്ബിനോട് എപ്പോഴും ദുആരക്കണം. അള്ളാഹുവേ, എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ എന്ന് എപ്പോഴും ദുആരക്കണം. പ്രത്യേകിച്ച് നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മൾ ഒരു പ്രസംഗം ഇട്ടാൽ ആ പ്രസംഗം അധികം ആരും കേൾക്കുകയില്ല. മറിച്ച് കേൾക്കുന്നത് എന്താണ്? അധികവും സമ്പത്തുണ്ടാകാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ദുനിയാവിലെ പല കാര്യങ്ങൾ നമുക്ക് നേടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആൾക്കാർ കൂടുതൽ കേൾക്കുന്നത്. അത് കേൾക്കണ്ടെന്നല്ല, അതൊക്കെ വേണം. അതോടൊപ്പം ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഇടുമ്പോൾ അതും നമ്മൾ പൂർണ്ണമായും കേൾക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടണ്ടേ. ദുനിയാവിൽ മാത്രം സമ്പാദിച്ചാൽ പോരല്ലോ, ആഖിറത്തിൽ നമുക്ക് സമ്പാദിക്കണം. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നാം പറഞ്ഞ ഇൽമ്, ആ ഇൽമ് പറയുകയും അത് കേൾക്കുകയും ചെയ്ത എനിക്കും നിങ്ങൾക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട്. അവരൊക്കെ ഖബറുകളിൽ നമ്മൾ എന്തെങ്കിലും അവർക്ക് കൊടുക്കുന്നത് കാത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ അവർക്ക് എന്താ കൊടുക്കേണ്ടത്? അവരുടെ മേൽ യാസീൻ ഓതുക, സൂറത്തുൽ ഫാത്തിഹ ഓതുക, ഖത്മുൽ ഖുർആൻ ഓതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓതണം. നമ്മുടെ ക്ലാസ് കൂടാതെ കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. അവർക്ക് വേണ്ടി നിയത്താക്കിക്കൊണ്ട് ഹദിയകൾ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആഖിറത്തിൽ, ആ ഖബറിൽ കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമൊക്കെ വലിയ സന്തോഷമായിരിക്കും. നമ്മൾ അവർക്ക് എന്താണ് കൊടുക്കുന്നത് കാത്താണ് അവർ കിടക്കുന്നത്. അതുകൊണ്ട് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യണം. നമ്മൾ ദുനിയാവിന് വേണ്ടി ഓടി നടക്കുന്ന കൂട്ടത്തിൽ മരണപ്പെട്ടു പോയി അവരെയും മറന്നു പോകാൻ പാടില്ല എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ദുആരക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. പലരും പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും ബറക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.